ഹായ് ഡിയർ പാരൻസ്, ഇന്നത്തെ ലൈവ് നിങ്ങളെ എല്ലാരെയും ഞാൻ വെൽക്കം ആക്കിയിട്ടുണ്ട്. മക്കളെ പഠിപ്പുര വിഷയത്തിൽ ഞങ്ങൾ ഡിസ്കഷൻ ആക്കിക്കൊണ്ടുള്ള അതിൽ നാലാമത്തെ റീസൺ ആയിട്ട് കിടാവൊരു കാരണ ഡിസ്കഷൻ ആക്കിയത് മെഡിക്കൽ റീസൺ, രണ്ടാമത്തത് സൈക്കോളജിക്കലി റീസൺ. സൈക്കോളജിക്കലി റീസണിലും ഒന്നും ഞങ്ങൾ പഠിച്ചിട്ട് തങ്ങളെ IQ ലെവൽ എങ്ങനെയുണ്ട്. അപ്പൊ ഇത്ര എല്ലാവരെ കണ്ട് കീഴിലെന്തെങ്കിൽ MR മന്ദബുദ്ധി എന്തിട്ട് ഞങ്ങൾ അതിനത് പഠിച്ച. ഓക്കെ, ഇന്ന് ഞങ്ങൾക്ക് പഠിക്കുള്ളത് ADD എന്ന് ചൊല്ല, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. ഇങ്ങ ചൊന്നെങ്കിൽ ഒന്നുണ്ടാ ഇങ്ങ എല്ലാത്തിലും, അതായത് മീനിങ് സ്കൂളിൽ പോയെങ്കിൽ ആറൊട്ടിಗೆ ಮುಂಡಿಲ್ಲ, ಯಾರೊಟ್ಟೆ ಮಿಂಗಲ್ ആവില്ല. ഇങ്ങനെ അവസ്ഥ ചെന്നെങ്കിൽ സ്കൂളിൽ പോയി ഇടയ്ക്ക് എന്തൊരു ബാഗ് ഇട്ടുകൊണ്ട് പോണ്ടാറ്, അല്ലെങ്കിൽ ആ കയ്യിൽ ടിഫിൻ ബോക്സ് അത് ഇതെല്ലാം ഇക്കറ് എല്ലാം പോണ്ടാറ്. ടിഫിൻ ബോക്സ് വെക്കറോടെ വെക്കറാറ്, ബാഗ് എവിടെ വെക്കറാറ്. ഇങ്ങനെ ഹാളായിട്ട് മൊത്തത്തിൽ ചൊല്ലെങ്കിൽ ബാഗ് വിരലിട്ടും കടിക്കില്ല ചൊന്നെങ്കിൽ ബാഗ് വിരലിട്ടും കടിക്കില്ലാണ്ട് ചൊല്ല പോലെ അത്രയും പാവ. അങ്ങനെ ഒന്നിലൊന്ന് ആക്റ്റീവ് ആവില്ല, ആറൊട്ടിಗೆ മിങ്കിൾ ആവില്ല. ഈ മുത്തുമക്കളെ അവസ്ഥ ചെന്നെങ്കിൽ ഇതര കാരണം കൊണ്ടിട്ടു ഇങ്ക് പഠിപ്പിലും എന്തിനാ അവരറിയ ബാക്കായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കാറ്. കാരണം ഇങ്ങനത്തെ മക്ക പർത്ത് മാത്രം ഇങ്ങനെ ഡീസന്റ്, പിന്നെ ഔത്തറുൽഗത്തില ഈ ഇമോഷണൽ എല്ലാ കസന്റ് എല്ലാം അങ്ങാക്കാറ്. പർത്ത് ഡീസന്റ് എന്തൊരു ഔത്ത് വന്നെങ്കിൽ കസന്റ് ചെന്ന പോലെ, ഔത്ത് വന്നെങ്കിൽ യാറൊപ്പദ്ര ಯಾರಾದ್ರಾಕ್ರಿ, ಯಾರು ಅಡಿಕ್ಕಿರಿ, ಜಲ ಮಾರ್ಗ ಅದು ಇದು ಅಂತೆಲ್ಲ ಇങ്ങനെ ಆ ഒരു ടൈപ്പിൽ ഇങ്ങനെ ഉപദ്രാക്കിക്കൊണ്ടേ ഇക്കറ. ഓക്കെ, അപ്പതായിട്ടിക്കറാണ് ചൊന്ന ഇങ്ങനെ അറ്റൻഷന് അവിടെ ഇക്കില്ല. അങ്ങ ഇക്കറാറ് സ്കൂളിലെങ്കിലും മദ്രസത്തിലായെങ്കിലും ഓടായെങ്കിലും അങ്ങനെ ബോഡി മാത്രം അവിടെ ഇക്കറ്, അങ്ങനെ ശ്രദ്ധ ഓടമായിക്കറ. അങ്ങനെ ഹാൽ മുണ്ടകും മുണ്ടില്ല ഒന്നര റിയാക്ട് ആക്കി നീ ചിരിച്ചെങ്ങായും അങ്ങനെ തന്നെ അല്ല നീ തെളി ചിരിടി പോവ ചിരിടി അങ്ങനെ ചൊന്നെങ്കിൽ പോലും അത്ര റൈറ്റ്. അപ്പൊ ഇതില് ചൊന്നെങ്കിൽ അത് കിടാവ് ബേനു ചൊന്നിട്ട് അത് ഇതാക്കറല്ല. ഇതൊരു സൈക്കോളജിക്കലി കിടാവ് ഒരു ചെറിയൊരു പ്രോബ്ലംസ് ആയിട്ട് ഏത് ADD ചൊല്ല, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. ഇത് ചൊന്നെങ്കിൽ ആൺമക്കളെ കാട്ടി യാറ ഇത് പെൺമക്കളിലായിട്ട് കാണുക സാധ്യമാവും. ആൺമക്കളെ കാട്ടി യാറ ഇത് ഈ ഒരു സമസ്യ കാണുക അവരത് പെൺമക്കളുടെ ഇത് യാറ കാണ്ടേ മുണ്ടാം പൂച്ചാണ്ടല്ല ചൊല്ലേ ഇങ്ങനെ മിക്കറാറ്. മദ്രസ പോയെങ്കിലും അതേ ഇത് അങ്ങനെ അറിയത്. ചിലപ്പോ പഠിപ്പിലെല്ലാം എന്താക്കാറ് ഇതര കാരണം കൊണ്ടിട്ട് ബാക്ക് ആയിട്ട് പണ്ടാറ്. ചില റയർ ആയിട്ടുള്ള കുറെ മക്ക ഇങ്ങനത്തെ എന്താ പറയാറ് പഠിപ്പിലെല്ലാം ആവറേജ് ഇക്കറാറ്, എബവ് അത് ഇത് എന്നിട്ടല്ല ആവറേജിൽ അങ്ങനെ ഇതിൽ അങ്ങ് എത്തറാറ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ ആൺമക്കളതിലല്ല ನಾನು ನೆಕ್ಸ್ಟ್ ಹೋಗು ಚೊಲ್ಲೋಗುಲ್ಲೆ ಎಪಿಸೋಡ್ ಅಂದ್ರೆ ನೆಕ್ಸ್ಟ್ ಲೈವ್ ಬಂಡ ഒരു ഇതുണ്ട്. അത് യാറത്തത് ആൺമക്കായിട്ട്. അപ്പൊ ADDയില് യാറത്തത് ആറ് കാണുക സാധ്യ പെൺമക്കളായിട്ട്. അപ്പൊ അത് ഇങ്ങനത്തെ മക്കളെ പ്രോബ്ലംസ് ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ യാറെ ടീക്കാക്കാണ്ട്, അങ്ങനെ യാറെ ഇങ്ങനെ ഇൻസൾട്ട് ആക്കാണ്ട് അങ്ങനത്തെ രീതിപ്പറേ നിക്കെന്തിരി മുണ്ടോകൂ, നിക്കെന്തിരി അത്, നിക്കെന്തിരി ഇത് ഇങ്ങനെ ചെന്നിട്ടു കുറെ പേടിപ്പാട്ടാണ്ട് കുറെ പറയാണ്ട് അതിന് ഞങ്ങ ഇത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സമസ്യ ചെന്നിട്ട് ഞങ്ങൾ അർത്ഥാക്കിയിട്ട് ഇങ്ങനത്തെ മുക്തുമക്കുള്ള റെമഡി ചെന്നെങ്കിൽ ഈ വെക്കേഷന് പിന്നെ അതല്ലാത്ത ടൈമിൽ അത് ഇതിലെല്ലാം
എന്താ ഈ ആക്ടിവിറ്റി ബേസ് ആയിട്ടുള്ള കുറെ ഗെയിംസ് ബേസ് ആയിട്ടുള്ള കുറെ ട്രെയിനിങ് അത് ഇതെല്ലാം കിട്ടും. അത് സ്പോക്കൺ ഇംഗ്ലീഷ് ആവാ, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് അത് ഇതിലാവാ ട്രെയിനിങ് ആവാ, അതല്ലെങ്കിൽ അതിൽ എന്തൊരു വേണം ആ ട്രെയിനിങ്ങില് ആക്ടിവിറ്റീസ് അത് ഇതെല്ലാം നല്ല ഗെയിം അത് ഇതെല്ലാം. അത് ഫസ്റ്റുകളിൽ ഈ മുത്തുമക്ക എന്താ പറയുക എല്ലാത്തിനും ബാക്ക് പോവാറ്. അങ്ങനെ ഹൈറാർക്കി ആയിട്ട്, അതായത് സ്റ്റെപ്പ് വർക്കത്തിൽ വലിയതില് ഫ്ലഡിങ് സിസ്റ്റത്തിൽ എന്താ എനിക്കെന്തോ ആവല്ല. ഫ്ലഡിങ് സിസ്റ്റം ചെന്നെങ്കിൽ എന്തെടുത്ത് യാറത്തെ ഇത് യാറ മുജുഗരാക്കര ഏത് ಅದಕ್ಕೆ പോയിട്ടിങ്ങനെ വർക്കത്തിൽ ഇട്ടങ്ങാവല്ല. അങ്ങ് ഇട്ടെങ്കിൽ അളക്ക നർവസ് ആയിട്ട് തപതി പോവാറാക. അപ്പൊ അവിടെ നിന്ന് അങ്ങ് നോക്കണായിരുന്നു എന്തൊരു ഹൈറാർക്കി ആയിട്ട് സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ചെറിയ ചെറിയ ഗെയിംസിൽ ഇങ്ങനെ അറ്റൻഡ് ആക്കി പാട്ടിട്ട് മെല്ലെ മെല്ലെ അതിലെല്ലാം നല്ല അപ്രീഷിയേറ്റ് കൊടുക്കുക, നല്ല അവനക്ക് മോട്ടീവ് കൊടുക്കുക. ഓ മൈ ഗോഡ് അതെല്ലാം ചാട്ട് പോറാ സ്റ്റാർസാ അല്ലെങ്കിൽ ഗിഫ്റ്റാ അങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ അതിനാണ്ട് തെല്ല് വലിയ ടാസ്ക് ചെറിയ അതിനാണ്ട് തെല്ല് മേലേക്ക് പോവാ. അങ്ങനെ ഇങ്ങനെ ഹൈറാർക്കി ആയിട്ട് ഇങ്ങനെ മേല് കൊണ്ടുവന്നെങ്കിൽ പിന്നെ അങ്ങ് എന്താവറാറ് വലിയ വലിയ ഗെയിംസ് അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് അങ്ങ് നല്ല മിങ്കിളാവ തുടങ്ങാറ്, നല്ല ആക്റ്റീവ് ആവ തുടങ്ങാറ്, നല്ല വേറെ സ്കൂളിലായെങ്കിലും അങ്ങനെ നല്ല മക്കളൊട്ടിക്ക് മുണ്ടോകോ ഫ്രണ്ട് സർക്കിള് അത് ഇത് എല്ലാം തുടങ്ങാറ്. അല്ലാത്ത ഏടി രംഗായെങ്കിൽ അങ്ങ് ഒരു ഫ്രണ്ട്സ് അങ്കാറിക്കല്ല ഇതേ ടൈപ്പ്. അപ്പൊ ഇങ്ങനത്തെ റെമഡി കൊടുത്തിട്ട് ഇങ്ങനത്തെ ട്രെയിനിങ്ങുകളെല്ലാം നിരന്തരമായിട്ട് അത് ഉറക്കം ഇങ്ങനെ പോണ്ടേ അത് അല്ല, അത് നിരന്തരമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ട്രെയിനിങ് കൊണ്ടുപോയിട്ട് ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ മാനേജ് ആക്കിയിട്ട് വന്നെങ്കിൽ ഈ മുത്തുമക്കൾക്ക് എന്തുണ്ടോ ഗ്രേറ്റ് ഫ്യൂച്ചർ ഉണ്ട്. ചൊന്നെങ്കിൽ ഇതിനെ ഞങ്ങൾ അർത്ഥാക്കാണ്ട് ഇതേ പോയെങ്കിൽ കാരണം ചൊന്നല്ല ഇതിൽ യാറത്തത് പണ്ട് പെൺമക്കാണിച്ചു ഇനിയിപ്പൊ ഇങ്ങ മഞ്ഞിലത്തെ പ്രായമായിട്ട് ഇനി മഞ്ഞിലായിട്ട് പോയെങ്കിലും ഭയങ്കര പ്രശ്നമാണ്. അവിടെ എപ്പാ നോക്കിയെങ്കിൽ ഇതാരട്ടം ഇതാരട്ട ചിരിക്കില്ലേ സദ്യ ഇത് റൂമിൽ മാത്രം തെക്കറ് എത്ര തെക്കറ് ഇത് ഇങ്ങനെ ഈ ഒരു ADD സിംറ്റംസ് ഈ മുത്തുമക്കൾക്ക് ഇന്ന കാരണം കൊണ്ടിട്ടു ഇനി മങ്ങിലായെങ്കിൽ പോലും ഈ ഫാമിലി ഇഷ്യൂസ് പോലും കൂടെ ചാൻസസ് ചെയ്യാറാ. ഞങ്ങൾ ഇത് അർത്ഥാക്കാണ്ട് ഇത് ഇങ്ങനെ ഒരു നിസാറാക്കിട്ട് ഇതിനെ കൊണ്ടുപോയെങ്കിൽ സാറിനോ കാരണം ഇങ്ങനത്തെ മുത്തുമക്ക ചെന്നെങ്കിൽ യാറ ബായില റൂമിൽ ഒത്തിരിക്കറേറ്റിക്കൂ ആൽമാരട്ടായെങ്കോ അങ്ങനെ യാറ മിങ്കിൽ അത് ഇതൊന്നും ഇക്കാലെ ഇതെല്ലാം ഇന്നില്ലെങ്കിൽ ഞങ്ങളെ ഇപ്പത്തെ ഈ മാമിരങ്ങളെ വിടുവാറാണ്. ഇപ്പത്തതല്ല യോയോ മാമിരങ്ങല്ല ഉള്ളു റൈറ്റ് അങ്കൾ ഇത് ഒത്തിട്ട് പോവാ. ഇതിപ്പോ ഇന്നലെ വന്ന ഒരു കേസ് ഉണ്ട് എന്തൊരു മാമി ചോദിട്ട് കറുത്തര് എന്തൊരു അവളു അത് പഠിക്കട്ട് ഫാഷൻ ഇത് പഠിക്കട്ട് അത് ഇതൊക്കെല്ലാവട്ട് ഞങ്ങൾ വേണത്തെല്ലാം വൈറ്റ് ആക്കറ അതാക്കറ അവളല്ല അങ്ങനത്തതല്ല ഇതല്ല പഠിച്ചിട്ടേ പറഞ്ഞിട്ടല്ല. അപ്പൊ ആ ഒരു ടൈപ്പിലുള്ള എതിർത്ത് ഈ ADD കിടാവായെങ്കിൽ ഇട്ടി വെച്ച് ടീസ് പറയാലോ പോലെ ഇതെങ്കിൽ ಇದರ ಮುಖಾಂತರ അവിടെ ഫാമിലി ഇഷ്യൂ ക്രിയേറ്റ് ആവറില്ലേ. അപ്പൊ പാരന്റ്സ് ആയ ഞങ്ങ ചെറിയതിലേ ഈ മുത്തുമക്കളെ ഞങ്ങൾ അർത്ഥാക്കിട്ട് ഞങ്ങളെ അങ്ക്ബേനായ റെമഡി അങ്ക്ബേനായ ആ ട്രീറ്റ്മെന്റ് ചൊന്നല്ലേ ആക്ടിവിറ്റി ബേസ് ആയിട്ടുള്ള അതല്ല ആ ടൈപ്പിൽ അങ്ങനെ മെയിൻറ്റെയിൻ ആക്കി കൊണ്ടുവന്നെങ്കിൽ അങ്ങനെ ഇന്റർവേർട്ട് ആയിട്ടുള്ള ആള് അങ്ങനെ പുറത്തേക്ക് എന്താ നല്ല ആക്റ്റീവായിട്ട് നല്ല ഫ്യൂച്ചറും നല്ല ബ്രൈറ്റ് ലൈഫും ഈ മുത്തുമക്കവും കിട്ടും അല്ലേ. ഓക്കെ, എന്തെങ്കിലും നമുക്ക് നാളത്തെ ലൈവിൽ കാണാം. നൈസ് ടു മീറ്റ് യു. സീ അഗൈൻ.